ഇത്തിരി പൈസ കിട്ടുന്നതല്ല ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിന്ന് കിട്ടണം. ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ജോലിയാണെങ്കിലും എന്തുമാകട്ടെ, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരാൾക്ക് വീടുണ്ട്, പണമുണ്ട്, കാറുണ്ട്, അധികാരമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്. ആ മനുഷ്യൻ ആരോഗ്യമില്ല. ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ആവശ്യത്തിന് പൈസ ഉണ്ട്, നിനക്കൊരു മട്ടൻ മന്തി പോലും തിന്നാൻ പറ്റത്തില്ല, പിന്നെ പൈസ കൊണ്ട് കാര്യമുണ്ടോ? എടോ, അള്ളാഹു നമുക്കെല്ലാം തന്ന നിഅമത്ത് നിലനിൽക്കണം. ആരോഗ്യമാകട്ടെ എന്തുമാകട്ടെ, അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. നിനക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത്, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ സമ്പത്ത് നിലനിൽക്കണോ? നിന്റെ ജോലി നിലനിൽക്കണോ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? അല്ല തന്ന നല്ല കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഞാനൊരു ദുആ പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ പാരക്കയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, നല്ല പൊക്കറോ. ചിലര് പറയുന്നത് ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം. അത് നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ മരിക്കുവോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ്. ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. എന്നും കൈ ഉയർന്നു നിൽക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണ റഹ്മാനെ. ഒരു നല്ല കാര്യം പറഞ്ഞു തരട്ടെ, ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ വേണോന്ന് വെച്ചാ ചക്ക? വേണോന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ല, മാഷാ അല്ലാഹയും വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുകയല്ല, അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്. ഈ നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ പറയാൻ തയ്യാറായാൽ അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായം പാരായണം ചെയ്യാറില്ലേ? അതിൻ്റെ മഹത്വം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഒരാൾ ആ സൂറത്ത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഓൻ സേഫായി എന്ന് അതിനർത്ഥം. ഒരു വെള്ളിയാഴ്ച ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ സർവ്വകാര്യം അള്ളാഹ് നോക്കിക്കോളും. നീ പേടിക്കണ്ട, നീ സേഫായി. നിനക്ക് ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ എന്തും അള്ളാഹു എല്ലാം തട്ടിമാറ്റി തരും. അതാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത. 13 പ്രത്യേകതയുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആൾക്ക്. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ച ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല, ഞാൻ പഠിച്ച ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ചതാണ്. 13ഓളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഒരാൾക്ക്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ്, അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ച നീ സേഫായി. നിന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്, 2 കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഖുർആനിന്റെ പരിഭാഷക്കുള്ളവർ അല്ലെങ്കിൽ ഉസ്താദന്മാർ ചോദിച്ചു നോക്കണം, ഖുർആനിൽ പഠിക്കണമല്ലോ. ആ ചരിത്രം, 2 കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ തൻ്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചുപോയി. അപ്പം ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാചകം അത്? മാഷാ അല്ലാഹ് പറയടോ. മാഷാ അല്ലാഹ് ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ലത്. ചില കൊട്ടാരം പണിയുമ്പോൾ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാഹ്. എൻ്റെ പൊന്നാര ചങ്ങാതി, അങ്ങനെ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാഹ് എന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യമാണ്. ചിലരൊക്കെ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ എഴുതും. ഇതിലുമാകട്ടെ മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ